താമര വിരിയുമോ തിരുവനന്തപുരത്തും തൃശ്ശൂരും? ഏറെക്കാലമായി കേട്ടിരുന്ന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ കേട്ടിരുന്ന ഒരു ചോദ്യം. ഇപ്പോൾ ഇതാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടുകളെല്ലാം പെട്ടിയിലായി സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു. ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിലും തൃശൂർ മണ്ഡലത്തിലും താമരയ്ക്ക് വിരിഞ്ഞു വരാൻ തക്ക വളക്കൂറുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. BJP വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും BJPക്ക് അനുകൂലമായി ശ്രീ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി തിരുവനന്തപുരത്തും ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായി തൃശ്ശൂരും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പോൾ നിഗമനങ്ങളിൽ എത്താനാവില്ല, ഊഹാപോഹങ്ങൾ മാത്രം സാധ്യമാകുന്ന ഒരു സമയമാണ്. എങ്കിലും നമുക്ക് പരിഗണിക്കാവുന്നത് ആകപ്പാടെ പരിഗണിക്കാവുന്ന വോട്ടിംഗ് ശതമാനം, അതാണ് ഒരു പരിഗണനാ വിഷയം. പിന്നെ അതത് കേന്ദ്രങ്ങളിൽ കണ്ട ആ മണ്ഡലങ്ങളിൽ, ആ നിയമസഭാ സെഗ്മെന്റുകളിൽ കണ്ട ഒരു ആവേശം, ഇതെല്ലാമാണ് പരിഗണിക്കാവുന്നത്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം മണ്ഡലം തന്നെ എടുക്കാം. തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി ജൈവികമായി കാലാകാലങ്ങളിൽ വളർച്ച നേടിയ ഒരു മണ്ഡലമാണ്. ആദ്യം മുതൽ തന്നെ BJPയുടെ തുടക്കകാലം മുതൽ തന്നെ BJPക്ക് ശക്തമായ വേരോട്ടമുള്ള RSSന്റെ പ്രവർത്തനം ചിട്ടയായി നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. അതിലെ 7 നിയമസഭാ സെഗ്മെന്റുകൾ, നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉള്ളതിൽ 4 നഗരമണ്ഡലങ്ങളും 3 കുറച്ചുകൂടി ഗ്രാമീണ മണ്ഡലങ്ങളുമാണ്. നഗരമണ്ഡലങ്ങളായ നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ഇവിടെയൊക്കെ BJPക്ക് വേണമെങ്കിൽ ജയിച്ചു വരാവുന്ന ഒരവസ്ഥയാണ്. കോർപ്പറേഷനിലെ വാർഡുകൾ നോക്കുമ്പോൾ ഇവിടങ്ങളിലൊക്കെയുള്ള വാർഡ് മെമ്പേഴ്സ് പലരും BJP നേതാക്കളാണ്. അതുകൊണ്ട് BJPക്ക് ഈ മേഖലകളിൽ ഒരു മേൽക്കൈ ഉണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മേൽക്കൈ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ശ്രീ O രാജഗോപാൽ ഈ 4 മണ്ഡലങ്ങളിലും ശശി തരൂരിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയിരുന്നു. ശശി തരൂർ അന്ന് നേടിയത് മുഴുവൻ തന്നെ 3 ദക്ഷിണ പ്രദേശങ്ങളിലാണ്. കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലെ വോട്ടാണ്, വർദ്ധിച്ച വോട്ടാണ് ശശി തരൂരിനെ 14,000-ൽ പരം വോട്ടിന് രാജഗോപാലിനെ തോൽപ്പിക്കാൻ സഹായിച്ചത്. 2019 അങ്ങനെയുള്ള ആവേശങ്ങളൊന്നുമില്ലായിരുന്നു. BJP ലീഡ് ചെയ്ത ഏക സെഗ്മെന്റ് നിയമം മാത്രമാണ്. ട്രഡീഷണലായി BJPക്ക് ജയിച്ചു വരാൻ കഴിയുന്ന ഒരിടവുമാണ്. O രാജഗോപാലിനെ താമരചിഹ്നത്തിൽ, ആകപ്പാടെ താമരചിഹ്നത്തിൽ വിരിയിപ്പിച്ച് നിയമസഭയിലേക്ക് വിട്ട ഏക മണ്ഡലം നാളിതുവരെ BJP കേരളത്തിൽ ഒരു മേജർ തെരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അത് O രാജഗോപാലിലൂടെ നേടിയ നേമത്തെ വിജയം മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണ് തിരുവനന്തപുരം മണ്ഡലം വോട്ടിങ്ങിൽ പ്രവർത്തിച്ചത്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ 4 നഗരമണ്ഡലങ്ങളിലും സാമാന്യം തണുത്ത പ്രതികരണമാണ് സംഭവിച്ചത്. അവിടെ 60% താഴെ പോയി പലയിടത്തെയും വോട്ടിങ്. എന്നാൽ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള, നാടാർ ബെൽറ്റ് ഉൾപ്പെടെയുള്ള പശ്ചിമ ദക്ഷിണ മേഖലയിൽ, തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖല തീരമേഖലയാണ്. അവിടെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് വളരെ വലിയ വേരോട്ടമുണ്ട്, എണ്ണമുണ്ട്. അവരൊരുപക്ഷെ സംഘടിതമായി വോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളുമാണ്. ലത്തീൻ സഭ ഒരു പരിധിവരെ BJPയോട് അടുക്കുന്നു. അല്ലെങ്കിൽ BJP നേതാക്കൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ നിരന്തരം ലത്തീൻ നേതാക്കളെ കാണുകയും അതിരൂപതയുടെ അധ്യക്ഷരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിൽ പോലും ആ മഞ്ഞ് അവിടെ ഉരുകിയോ? വിഴിഞ്ഞം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ലത്തീൻ സമുദായത്തിന് 3 മുന്നണികളോടും ഉണ്ടായ ഒരു നീരസം തരൂർ എന്ന സ്ഥാനാർത്ഥിയോട്, കോൺഗ്രസ് പാർട്ടിയോട്, CPM-നോട് പ്രത്യേകിച്ചും, കാരണം ആ സമരത്തെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ നേരിട്ട രീതിയോടുള്ള ശക്തമായ പ്രതിഷേധം, അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് സാമ്രാജ്യം, അതനയുടെ ഒരു ബിസിനസ് സാമ്രാജ്യം, അതുമായി BJPക്കുള്ള ബന്ധവും ആ പോർട്ടും എല്ലാം തന്നെ 3 പാർട്ടികളെയും പ്രതിരോധത്തിലാക്കി. എന്നാൽ വളരെ മുൻപ് തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലത്തീൻ നേതാക്കളുമായി സംസാരിച്ചു. അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷ ചില കേന്ദ്രങ്ങളിൽ എങ്കിലും ഉണ്ടായി. പക്ഷേ അവസാനം കിട്ടുന്ന സൂചനകൾ ശരിയാണ് എങ്കിൽ ലത്തീൻ മേഖലകളിൽ ഒരു ഗുഡ്വിൽ ഉണ്ടായി എന്നത് ശരിയാണ്. അത് ചില വ്യക്തികളുടെ വോട്ടുകൾ എന്നതിന് ഉപരിയായി സമുദായത്തിന്റെ മുഴുവൻ വോട്ടുകൾ BJPയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാൻ കഴിയില്ല. അത് മാത്രമല്ല, ലത്തീൻ അതിരൂപതയുടെ ഉൾപ്പെടെ കത്തോലിക്ക സഭയുടെ പല അക്കൗണ്ടുകളും മരവിപ്പിച്ചതിനെ കുറിച്ച് ലത്തീൻ സഭയുടെ നേതാക്കൾ പരസ്യ പ്രസ്താവന വരെ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്നും BJPക്ക് വേണ്ടിയാകണം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സക്സേന ഉൾപ്പെടെ കേരളത്തിൽ വന്ന് സഭാ നേതാക്കളെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഇല്ല, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഞാൻ അതിനുശേഷം കണ്ടുകൊള്ളാം എന്ന് നെറ്റോ പിതാവ് പറയുകയൊക്കെ ചെയ്തത് കൂട്ടി വായിച്ചാൽ ലത്തീൻ വോട്ടുകൾ വർദ്ധിത വീര്യത്തോടുകൂടി ഇപ്രാവശ്യം പെട്ടിയിൽ വീണു. അത് ആരുടെ പെട്ടിയിൽ എന്നതാണ്.
സ്വാഭാവികമായി ചെറിയൊരു ഭാഗം മാത്രമേ പന്ന്യൻ രവീന്ദ്രന്റെ പെട്ടിയിൽ വീഴാൻ സാധ്യതയുള്ളൂ. രാജീവ് ചന്ദ്രശേഖരന്റെ പെട്ടിയിൽ വ്യക്തികളുടെ വോട്ടുകൾ മാത്രമേ വീഴാൻ സാധ്യതയുള്ളൂ. ഏറ്റവും സമുദായ വോട്ടുകളുടെ ഒരു ഏകീകരണം ശശി തരൂരിന് വേണ്ടി ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവിടെ സാമാന്യം ശക്തമായ വലിയ ഊർജ്ജസ്വലമായ പോളിംഗ് ആണ് അവിടെ നടന്നത്. അതുപോലെ നാടാർ കമ്മ്യൂണിറ്റിക്ക് നിർണായക സ്വാധീനമുള്ള പാറശാല മണ്ഡലം, അതുപോലെ കോവളം മണ്ഡലം, അതിന്റെയൊക്കെ തിരുവനന്തപുരം നഗരത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ, ഇതെല്ലാം തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം സാമാന്യം തരക്കേടില്ലാത്തൊരു വോട്ടിംഗ് ആണ്. ഇത് 3 രീതിയിൽ ചിതറാനാണ് സാധ്യത. കോൺഗ്രസിനും BJPക്കും CPM-നും പരമ്പരാഗതമായി കോൺഗ്രസിൽ ലഭിച്ചിരുന്നതും ശശി തരൂർ ഏഴക്കാലമായി തന്റെ സ്വന്തം കുത്തകയായി വെച്ചിരുന്നതുമായ ഈ വോട്ടുകളും 3ആയി ചിതറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നഗരമണ്ഡലത്തിലെ ഒരു മേൽക്കൈ ഒരുപക്ഷെ തീരെ ചെറിയ വോട്ടിംഗ് ശതമാനമാണ് ഉണ്ടായതെങ്കിൽ പോലും അവിടെ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേൽക്കൈ മറികടക്കാൻ ലത്തീൻ മേഖലയിലെ അല്ലെങ്കിൽ തീരദേശ മേഖലയിലെ വോട്ട് കൊണ്ട് മാത്രം ശശി തരൂരിന് കഴിയുമോ എന്നത് വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ ശശി തരൂരിന്റെ ക്യാമ്പ് ഒന്നും അത്ര ഉത്സാഹത്തിലല്ല. ഒരുപക്ഷെ ജയിച്ചു വന്നേക്കാം, ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നേക്കാം എന്നതാണ് ചിന്ത. അതേസമയം ശശി തരൂരിന് പ്രതീക്ഷയാകാൻ സാധ്യതയുള്ള ഒരു കാര്യം തിരുവനന്തപുരത്തുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ദിവസം പൊട്ടിയ ഗുണ്ടാണ്. EP ജയരാജനിലൂടെ വന്ന ഒരു ഗുണ്ട. അത് എത്ര പേരെ സ്വാധീനിച്ചിട്ടുണ്ട്, എത്ര പേര് ആ വാർത്ത അറിഞ്ഞു കാണുമെന്ന് തന്നെ അത് അറിയില്ല. എങ്കിൽ പോലും തിരുവനന്തപുരത്തെ വളരെയധികം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംവിധായകരാണ്, വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ ഇത് കാണുമ്പോൾ CPM-ഉം BJP-യും തമ്മിൽ എന്തെങ്കിലും ബാന്ധവം EP ജയരാജൻ എപ്പിസോഡിലൂടെ കണ്ടത് ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ CPM-ന്റെ വോട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ചിലത് മരവിപ്പിക്കപ്പെട്ടിട്ടില്ലേ? അത് ന്യായമായ സംശയമാണ്. അത് മാത്രമല്ല, അവസാനം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനായി ഇടതുപക്ഷത്തിന്റെ പന്ന്യൻ രവീന്ദ്രൻ തീരെ താഴേക്ക് പോവുകയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകൾ, ഇടതുപക്ഷത്തിന്റെ കോർ വോട്ടുകളൊന്നും ആയിരിക്കില്ല, ഇടതുപക്ഷ സഹയാത്രികരായ ചില ആളുകൾ ആ വോട്ടുകൾ കൈപ്പത്ത് ചിഹ്നത്തിൽ ശശി തരൂരിന് കൊടുത്തിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോഴും കൃത്യമായ ഫലപ്രവചനം സാധിക്കാത്ത ഒരു രീതിയിലാണ്. രാജീവ് ചന്ദ്രശേഖർ ആണോ ശശി തരൂറാണോ ഒരു നെല്ലിട മുന്നിൽ എന്ന് അറിയാനാവാത്ത ഒരു സങ്കീർണമായ അവസ്ഥയിലാണ് തിരുവനന്തപുരം മണ്ഡലം. ഇനി തൃശ്ശൂരിലേക്ക് വരാം. തൃശ്ശൂരിൽ വളരെ പ്രതീക്ഷയാണ് BJPക്കുള്ളത്. സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂർ താമര വിരിയും. 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ പരാജയപ്പെട്ടു. എങ്കിൽ പോലും സുരേഷ് ഗോപി പ്രതീക്ഷ കൈവിട്ടില്ല. അദ്ദേഹം ഒരു ഫൈറ്ററെ പോലെ തന്നെ തൃശ്ശൂർ തന്നെ നിന്നു. ശ്രീമതി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ അമേധി മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എങ്കിലും വീണ്ടും മത്സരിച്ച് അവസാനം വിജയം കൈവരിച്ചതുപോലെ തൃശ്ശൂർ BJPക്ക് അങ്ങ് എടുക്കാനാവും സുരേഷ് ഗോപിയിലൂടെ എന്ന വിശ്വാസം ഇപ്പോഴും പ്രബലമാണ്. തൃശ്ശൂർ ഇന്നലെ വാർത്താ മാധ്യമങ്ങളിൽ മറ്റൊരു കാരണത്താൽ വന്നു. കാരണം EP ജയരാജൻ BJP നേതൃത്വവുമായി എത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഡീലിലെ പ്രധാന കണ്ണി തിരുവനന്തപുരമല്ല തൃശ്ശൂരാണ്. അതിനുള്ള കാരണമുണ്ട്. തൃശ്ശൂർ മണ്ഡലത്തിൽ EP ജയരാജന് വ്യക്തിപരമായ ചില സ്വാധീനങ്ങളുണ്ട്. അദ്ദേഹം വടക്കൻ മലബാറിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ പോലും തൃശ്ശൂർ ഒരു സമയത്ത് CPM-നുള്ളിലെ മൂപ്പിളമ തർക്കം അല്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം പിടിവിട്ടു പോയ ഒരു സമയമുണ്ട്. ഗ്രൂപ്പ് വഴക്ക് വിഭാഗീയത പാരമ്പര്യത്തിലെത്തിയ നിൽക്കുമ്പോൾ, അതായത് അച്യുതാനന്ദനും പിണറായി വിജയനും 2 ധ്രുവങ്ങൾ നയിക്കുന്ന രീതിയിൽ ഒരു 10 മുൻപ് ആ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് താൽക്കാലികമായി ചുമതല ഏൽപ്പിച്ചത് EP ജയരാജനെയാണ്. അന്നുണ്ടാക്കിയെടുത്ത ചില ബന്ധങ്ങൾ, പുതിയ ചില നേതാക്കൾ, EP ജയരാജന്റെ ഒരു ഒത്താശയോടുകൂടി വളർന്നു വന്ന ചില നേതാക്കൾ, അവരിലൂടെ തൃശ്ശൂർ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളിൽ ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ ഒരുപക്ഷെ EP ജയരാജന് സാധിക്കുമെന്ന ചിന്തയാകുമോ ഭാരതീയ ജനതാ പാർട്ടിയെ EP ജയരാജനെ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചത് എന്നൊരു സംശയമുണ്ട്. അത് ഒരു സാധ്യതയാണ്. അത് മാത്രമല്ല, CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി അല്ല അവിടെ മത്സരിക്കുന്നത് എന്നോർക്കണം. CPI-യുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി BJP പ്രവർത്തകർ അയൽ മണ്ഡലങ്ങളിൽ, BJP നേതാക്കൾ മത്സരിക്കുന്ന അയൽ മണ്ഡലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. തിരുവനന്തപുരത്ത് സംഭവിച്ചു. CPM-ന്റെ പല പ്രചാരകരും പോയത്, അവർക്ക് വിജയസാധ്യത അവരുണ്ട് എന്ന് കരുതുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശ്രീ V ജോയിയെ വിജയിപ്പിക്കാൻ പോയതുപോലെ തൃശ്ശൂരിൽ സംഭവിച്ചു. അവിടെ തൃശ്ശൂര് CPI കാൻഡിഡേറ്റ് ഒരുപക്ഷെ ശക്തനായ ആളാണ്, അവിടെ സ്വീകാര്യനായ ആളാണ് VS സുനിൽകുമാർ. ആ സുനിൽകുമാറിന്റെ വ്യക്തിപരമായ സ്വീകാര്യതയ്ക്ക് ഉപരിയായി എത്രത്തോളം കോർ പാർട്ടി വോട്ടുകൾ അവിടെ വീണിട്ടുണ്ട് എന്നതൊരു ചിന്താ വിഷയമാണ്. അത് മാത്രമല്ല, K മുരളീധരൻ
ശക്തനായ നേതാവാണ്, വലിയ ഒരു മല്ലനാണ്, മഹാമല്ലനാണ് അദ്ദേഹം. ഉലകം ചുറ്റും വാലിബൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പല ഇടങ്ങളിൽ പോയി അവിടെ എല്ലാം വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. മലബാറിലെ മണ്ണിൽ അത് പിന്നെ ഇവിടെ ഇപ്പോൾ വരുന്നത് കടത്തനാടൻ മണ്ണിൽ നിന്നാണ്, വടകരയിൽ നിന്നാണ്. അതിനു മുമ്പ് ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ മത്സരിച്ച റെക്കോർഡുള്ളത് കെ കരുണാകരനെ പോലെ അദ്ദേഹത്തിന്റെ മകൻ കെ മുരളീധരന് തന്നെയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നേമത്ത് വന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു, വട്ടിയൂർക്കാവിൽ വന്ന് മത്സരിച്ച് വിജയിച്ചു, അല്ലെ? വടകര എന്ന മത്സരം, അത് മത്സരത്തിന്റെ ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. മുല്ലപ്പള്ളിക്ക് ശേഷം മുരളീധരൻ വന്നു. ആ മുരളീധരൻ, പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ ആ ഒരു വിടവിൽ, ആ ഒരു അവസരത്തിൽ ഒരു ഫൈറ്ററായി തൃശ്ശൂർ വന്നു. ആ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു പ്രസ്താവന നോക്കൂ. മുരളീധരൻ പറഞ്ഞു, ഇവിടെ ഡീലുണ്ട്, ഒരു ഉഗ്രൻ ഡീലുണ്ട്. അത് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 18 മണ്ഡലങ്ങളിലും ബി ജെ പി CPM സഹായിക്കും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ. എന്നാൽ 2 മണ്ഡലങ്ങളിൽ, തൃശ്ശൂർ ഉൾപ്പെടെ, തിരുവനന്തപുരം തൃശ്ശൂർ ഉൾപ്പെടെ 2 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചായും, ചെറിയ ഭാഗമെങ്കിലും. ഇത് കെ മുരളീധരൻ പറയുന്നത് രാഷ്ട്രീയ സ്റ്റണ്ടായി വേണമെങ്കിൽ കാണാം. പക്ഷേ ഇതിലൊരു സാധ്യത കുറെ പേരെങ്കിലും കേരളത്തിൽ ഇന്നലെ ആ ഒരു കയ്യാലപ്പുറത്ത് നിന്ന ചെറിയ ചില വോട്ടർമാരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ട്. ഒരു ടൈറ്റ് 3 കോർണേഡ് കോൺടെസ്റ്റിൽ, ഒരു ശക്തമായ, അതിതീവ്രവും ശക്തവുമായ ത്രികോണ മത്സരത്തിൽ ഓരോ വോട്ട് നിർണായകമാണ്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തെ പോലെ തന്നെ തൃശ്ശൂരും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ ശശി തരൂരും തമ്മിലാണ് ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നതെങ്കിൽ തൃശ്ശൂര് 3 സ്ഥാനാർത്ഥികളും ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ്. സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥി, VS സുനിൽകുമാർ എന്ന CPI സ്ഥാനാർത്ഥി, കെ മുരളീധരൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇതിൽ ആർക്കും വിജയം നേടാവുന്ന അവസ്ഥയിലാണ്. താഴ്ന്ന വോട്ടർ ടേൺഔട്ട്, 70% മാത്രം നിൽക്കുന്ന തൃശ്ശൂരെ വോട്ടർ ടേൺഔട്ട് ആരെ സഹായിക്കും? സ്വാഭാവികമായി ഇടത് വോട്ടുകൾ, വിപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ കോർ ഇടത് വോട്ടുകൾ, കേഡർ സ്വഭാവമുള്ള വോട്ടുകൾ CPM തന്നെ, അല്ലെങ്കിൽ ആ ഇടത് സ്ഥാനാർത്ഥിക്ക് തന്നെ വീണിട്ടുണ്ട് എങ്കിൽ, ഒരുപക്ഷെ ആ വോട്ട് കച്ചവടം ഒന്നും നടന്നിട്ടില്ല എങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ആശ്വസിക്കാം. കോർ BJP വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും നല്ലൊരു പങ്ക് BJPക്ക് വീണിട്ടുണ്ടാവും. അത് BJP ആയതുകൊണ്ടല്ല, താമരചിഹ്നം ആയതുകൊണ്ടല്ല, അത് സുരേഷ് ഗോപി ആയതുകൊണ്ടാണ്. സ്ത്രീ വോട്ടർമാരുടെ ഒരു ചെറിയ കേന്ദ്രീകരണം സുരേഷ് ഗോപിക്ക് സംഭവിക്കാം. അത് സംഭവിച്ചുകൂടായികയില്ല. അങ്ങനെ വരുമ്പോൾ BJPക്ക് പ്രതീക്ഷ വെക്കാവുന്ന മണ്ഡലം തന്നെയാണ്, കോൺഗ്രസിനും പ്രതീക്ഷ വെക്കാവുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ഉദ്വേഗത്തിൽ നീങ്ങുകയാണ്. ഒരു 2 ഹോഴ്സുകളാണ് തിരുവനന്തപുരത്ത് അവസാന ലാപ്പിൽ വരുന്നത്. ഇവിടെ തൃശ്ശൂര് 3 കുതിരകളും ഒരുപോലെ തന്നെ പായുന്ന ഒരു രംഗമാണ്. ഭൂരിപക്ഷം വളരെ നേർത്തതായിരിക്കാനാണ് എല്ലാ സാധ്യതയും തൃശ്ശൂർ.